ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐനൂസ് കിച്ചൺ. നമ്മൾ അടിപൊളി ഡ്രിങ്ക്സിന്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോമ്പ് ടൈമിലും അതുപോലെ നമ്മുടെ ചൂടിനൊക്കെ നമുക്ക് ആശ്വാസം തരുന്ന അടിപൊളി റെസിപ്പിയാണ്. നമ്മൾ ഷമാ ഉപയോഗിച്ചിട്ട് സർബത്താണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ രീതിയിൽ എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഷേക്ക് ആയിട്ടും ജ്യൂസ് ആയിട്ടും ഒക്കെ ഷമാം കുഴിച്ചിട്ടുണ്ടെങ്കിലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോയി നോക്കാം. ഈ ഒരു ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ ഇത് റെഡിയാക്കുന്നതിന് മുന്നേ കുറച്ച് ടൈം നിങ്ങൾക്ക് കിട്ടുകയാണെന്നുള്ള അതിന് മുന്നേ തന്നെ നിങ്ങൾ കുറച്ച് ചൗരി എടുത്ത് വെള്ളത്തിയിട്ട് വയ്ക്കാൻ മറന്നുകൊണ്ട് കേട്ടോ. ഇങ്ങനെ വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പൊ ഈ ഒരു ഡ്രിങ്ക്സിന് ഇത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ ഇനി നമ്മൾ നമ്മുടെ ഷമാമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇത് 2 പീസ് ആക്കിയിട്ട് 1 പീസാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഉൾഭാഗത്ത് ആ കുരുവും അതുപോലെ തന്നെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പൊ അതിനു മുന്നേ തന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിയിട്ട് വെച്ച ചവ്വയും ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു കൊടുക്കണം. കാരണം അത് നമുക്ക് റെഡിയായി കിട്ടിയാലും നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അത് വേവാനായിട്ട് വെച്ചു കൊടുക്കാം. അപ്പൊ ഇത് നിങ്ങൾ കുതിർത്തിട്ടാണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കുതിർത്തിട്ട് വെക്കാൻ പറഞ്ഞത്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ വെച്ച് വേവിക്കാം, പക്ഷെ കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രം. അപ്പൊ ഇതുപോലെ 1 മണിക്കൂർ എങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പൊ ഇതൊരു ട്രാൻസ്പെറന്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് എടുക്കാം. അപ്പം ഇനി നമുക്ക് ഇതാണ്ട് നമ്മളുടെ ഷമാം ഒന്ന് 1 സ്പൂൺ കൊണ്ട് നമ്മൾ ഇളക്കിയെടുക്കാൻ കേട്ടോ. ഇതിന്റെ ആ ഒരു ഉൾഭാഗമാണ് നമുക്ക് ഇളക്കിയെടുക്കേണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു തൊലി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോ ഇത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പഴുപ്പാക്കി എടുക്കണം. അപ്പൊ ഇതിലേക്ക് ഞാൻ പഞ്ചസാരയോ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ഒന്നും തന്നെ ചേർക്കുന്നില്ല. നമ്മളിതൊന്ന് അടിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിൽ തന്നെ നല്ലൊരു വെള്ളമുണ്ട്. അപ്പൊ ആ ഒരു ജ്യൂസ് പുറത്തു വരുന്ന സമയത്ത് നമുക്കിതിന് വെള്ളത്തിന്റെ ആവശ്യമില്ല. അപ്പൊ നല്ല രീതിയിൽ നമുക്കിതൊന്ന് പഴുപ്പാക്കി എടുക്കണം. അപ്പൊ ആദ്യം നമുക്ക് പഴുപ്പാക്കി എടുക്കാം. നമ്മളിപ്പോ നമ്മുടെ ഷമാം പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടില്ല. അതിൽ അത്യാവശ്യം ജ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മുടെ പൾപ്പ് കൂടെ നമുക്കിവിടെ മാറ്റി വെക്കാം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ എടുത്ത് വെക്കാൻ പോകുന്നത് നമ്മുടെ കസ്കസ് ആണ്. കസ്കസ് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ എല്ലാ ഡ്രിങ്ക്സിലും ചേർത്ത് കൊടുക്കുന്ന ഒരു ഐറ്റം ആണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ചൂട് സമയത്തൊക്കെ നമുക്ക് നോമ്പിനൊക്കെ നമ്മുടെ ശരീരം തണുക്കുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ കസ്കസ്. അപ്പൊ ഒട്ടും തന്നെ മിസ്സാക്കണ്ട. അപ്പൊ നമുക്കത് വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോ നേരത്തെ ഇളക്കി മാറ്റിയിൽ നിന്ന് 2-3-4 പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നിനല്ല, നമുക്ക് ചെറിയ പീസസ് ആക്കി എടുക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കാം. ഞാനിപ്പോ കുറച്ചെടുത്തിട്ട് വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സർബത്തിനിടയിൽ ഇങ്ങനെ ഒരുപാട് കടിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് കട്ടിയിൽ തന്നെ നിങ്ങൾക്ക് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇനി നമ്മൾ ഇവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ 1/2 ലിറ്റർ പാല് നമ്മൾ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതിനൊപ്പം തന്നെ ഒരു 1/2 ലിറ്ററിന് പകുതി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മളുടെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കണേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു പാല് തിളച്ച് വരാനാവുന്നതിന് മുന്നേ തന്നെ അത് പാട കെട്ടാതെ നിങ്ങൾ നല്ല രീതിയിൽ ഒരു തവി കൊണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പാട കെട്ടിക്കഴിഞ്ഞാൽ അതിന് നെയ്യും കാര്യങ്ങളൊക്കെ അതിലങ്ങ് പോകും. അതുകൊണ്ട് തന്നെ അത് പാട കെട്ടാതെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് നിങ്ങൾ തിളപ്പിച്ചെടുക്കുക. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പൊ പഞ്ചസാരയുടെ അളവൊന്നും ഞാൻ പറയണില്ല. ഇപ്പൊ ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ. പിന്നെ ഞാൻ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പഞ്ചസാരയുടെ അളവ് മിക്ക ഡ്രിങ്ക്സിലും പറയാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ഓരോരുത്തരുടെ അളവാണ്. അപ്പൊ നമ്മൾ പറയുന്ന ഒരു മിശ്രണത്തിൽ ചേർത്ത് കൊടുത്തിട്ട് അവസാനം കൂടിപ്പോയി കഴിഞ്ഞാൽ കുടിക്കാൻ പറ്റാണ്ടാവല്ലോ. അപ്പൊ ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കോൺഫ്ലവർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തിക്കായിട്ടുള്ള ഒരു ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എടുക്കാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇതിലേക്ക് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ വാനില എസൻസ് വരെ ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഒരു പൾപ്പാണ്. അപ്പൊ ഇതിന്റെ ഒരു ലൂസ് എന്ന് പറയുന്നത് നമ്മൾ ധാറി കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടി നമുക്ക് തിക്കായിട്ട് കിട്ടും. അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾ കുറച്ച് ലൂസായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് എങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. നമ്മൾ കുടിക്കാനുള്ളതായതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് കോൺഫ്ലവറിന്റെ അളവ് ഇച്ചിരി കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി നമ്മളൊരു ബൗളിലേക്ക് മാറ്റി അത് ആറാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചൗവരി ഇവിടെ വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു വെള്ള ബൗളിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ സംഭവത്തെ അറിയാലോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സർവത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പൊ നമ്മളിത് ഓൾറെഡി റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് സെറ്റാക്കി എടുക്കുന്നത്.
അപ്പൊ ഇനി നമുക്ക് ഈ ചൗവരിയുടെ അളവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി നമ്മൾ കസ്കസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിക്ക ഈ ഡ്രിങ്ക്സിലെല്ലാം കസ്കസ് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് നമ്മൾ അത്രയും നമുക്ക് ആവശ്യമില്ല, നമുക്ക് വേണ്ടുന്നത് മാത്രം ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ കുറച്ച് കുതിർത്തേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഷമാമും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഷമാമിന്റെ അളവും അതുപോലെ തന്നെ ചൗവരിയുടെ അളവും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചൗവരിനകത്ത് ചേർക്കുന്നത് നല്ലൊരു രസമാണ് കേട്ടോ കുടിക്കുമ്പോഴത്തേനും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് വിടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഈ ഒരു ഡ്രിങ്ക്സിന് ഭയങ്കര ടേസ്റ്റിയാണ്, അടിപൊളി ഡ്രിങ്ക്സ് ആണ്. എല്ലാവരും റെഡിയാക്കി നോക്കുക കേട്ടോ. നമ്മുടെ ഈ നോമ്പ് ടൈമിലൊക്കെ നമുക്ക് ഓരോരോ വെറൈറ്റി ഡ്രിങ്ക്സുകൾ ഓരോ ദിവസം റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കണ്ട. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട. കൂടെയുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ സർവത്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ് കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഇതിന്. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു സർബത്ത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കും, കാരണം അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന അടിപൊളി ഡ്രിങ്ക്സ് ആണ്. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവർ ബൈ.